കലിംഗ സൗഹൃദ സംവാദം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാനെത്തിയ ആളെ പിടിച്ചുമാറ്റി ബി.ജെ.പി. പ്രവർത്തകർ. സുരേഷ് ഗോപിയുടെ കാറിന് പിന്നാലെ ചെന്ന് നിവേദനം നൽകാൻ ശ്രമിച്ചയാളെയാണ് പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മാറ്റിയത്. സുരക്ഷാ വീഴ്ചയുണ്ടായെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ ടോബി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡിൽ കലിംഗ സംവാദം നടന്നത്. അതിനുശേഷം ഏകദേശം 9 മണിയോടുകൂടി 1 മണിക്കൂറിലധികം സുരേഷ് ഗോപി അവിടെ സംസാരിക്കുകയും സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് മടങ്ങാൻ വേണ്ടി കാറിൽ കയറി മുന്നോട്ട് പോകുമ്പോഴാണ് പള്ളിക്കത്തോട് സ്വദേശിയായിട്ടുള്ള ഷാജി എന്ന് പറയുന്ന വ്യക്തി ഒരു നിവേദനവുമായി ഓടി വരുന്നത്. ഇത് ഡ്രൈവർ കണ്ടില്ല, വാഹനം മുന്നോട്ടെടുത്തു. അപ്പോൾ ഈ വാഹനത്തിന് മുന്നിലേക്ക് വന്ന് ഇയാൾ നിന്നു. ഉടൻ തന്നെ ബി.ജെ.പി. പ്രവർത്തകർ ചാടി വന്ന് ഇയാളെ പിടിച്ച് ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ധനസഹായവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപേക്ഷ നൽകാനാണ് അയാൾ വന്നത് എന്നാണ്. ഏറെ നേരം അവിടെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നിട്ടും ആ നിവേദനം നൽകാനോ അല്ലെങ്കിൽ അവിടെ ആപ്ലിക്കേഷൻ നൽകാൻ വേണ്ടി, അപേക്ഷ നൽകാൻ വേണ്ടി ഒരു കൗണ്ടർ പോലും ഉണ്ടായിരുന്നു. അവിടെയൊന്നും നൽകാതെ ഇയാൾ ഇറങ്ങിയത് എന്തിനെന്നുള്ള ചോദ്യമാണ് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ബി.ജെ.പി. പ്രവർത്തകർ ബലം പ്രയോഗിച്ചതല്ല, ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയതാണെന്നാണ് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടൊരു പരാതി ജില്ലാ നേതൃത്വം, ബി.ജെ.പി. നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു സംഭവം അല്ലെങ്കിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ പോലീസിനെ അറിയിച്ചതാണ്. എന്നിട്ടും പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നുള്ളൊരു വിമർശനം കൂടി ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഉന്മേഷ്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.